ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു കുഞ്ഞു മോട്ടിവേഷനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ അതിനുവേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ തെറ്റുണ്ടാവാം, അതിൽ ശരിയുണ്ടാവാം, ചിലപ്പോൾ അത് ചിന്തിക്കാൻ കുറച്ചെങ്കിലും ഉണ്ടാവാം, ചിലപ്പം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടും ഇല്ല എന്നും വരാം. അപ്പോൾ ഓരോ ആളുകൾക്കും ഓരോ തരം ചിന്തകളും ഓരോ തരം വിചാരങ്ങളും മാത്രമാണ് ഉള്ളത്. അപ്പോൾ കാര്യത്തിലേക്ക് കണ്ണുള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ല, കാഴ്ചയില്ലാതാകുമ്പോൾ മാത്രമേ അതിൻ്റെ വിലയും അതിന് എന്തുമാത്രം പ്രാധാന്യമുണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ അതെ, നമ്മുടെ ഒപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും നമുക്ക് അവരുടെ വിലയോ അവരുടെ സാന്നിധ്യമോ നമ്മൾ മനസ്സിലാക്കുന്നില്ല, അറിയുന്നില്ല. എന്നാൽ അവരെ നഷ്ടപ്പെടുമെന്നാകുമ്പോഴോ അപ്പോൾ നമുക്ക് അവരെ തിരിച്ചു പിടിക്കാനുള്ള ഒരു വ്യഗ്രതയും നമുക്കവർ നമ്മുടെ കൂടെ ഉണ്ടാവണം, നമുക്ക് എത്രത്തോളം അവർ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം വലിയൊരു പങ്ക് വഹിച്ചിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ, ആ നിമിഷം പിടിവിട്ടു പോകുന്ന ഒരു നിമിഷമാണ്. അപ്പോൾ നഷ്ടപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ വിലയും വാല്യൂവും മനസ്സിലാവുള്ളൂ. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കയ്ക്കും പിന്നെ മധുരിക്കും, ആ ഒരു പഴഞ്ചൊല്ലിന് എന്തുമാത്രം അർത്ഥവും വ്യാപ്തിയും ഉണ്ടെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം മുതിർന്നവർ നമ്മളോട് ഒരു കാര്യം, നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിനെ അവർ ചൂണ്ടിക്കാണിച്ചിട്ട് അത് ചെയ്യരുത് എന്ന് പറയും. അപ്പോൾ നമ്മളത് നിസ്സാരമായി കാണുന്നു. പക്ഷേ ആ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ആ അതെത്രത്തോളം വലുതായിരുന്നു എന്ന് അവർ പറഞ്ഞ് നമ്മളന്ന് കേട്ടില്ലല്ലോ, നമ്മളന്നത് ചിന്തിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് കുറ്റബോധം തോന്നുന്ന ആ ഒരവസ്ഥയുണ്ടല്ലോ. ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് തെറ്റാണോ ശരിയാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു ചിന്താശേഷി ഉണ്ടാവില്ല. അത് ചെയ്ത് കഴിയുമ്പോൾ അതിനു ശേഷമാണ് നമുക്ക് ആ ഒരു ചിന്തയും കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൂടി പോകുന്നത്. കാരണം അത് ഏതൊരു കാര്യങ്ങൾക്കും അതിൻ്റേതായ ഒരു സമയമുണ്ട്. ആ സമയത്ത് നടക്കേണ്ടത് നടന്ന് തന്നെ കഴിയും. നമ്മൾ എത്ര തന്നെ സൂക്ഷിച്ചാലും, നമ്മൾ എത്ര തന്നെ അത് വേണ്ട എന്ന് വെച്ചാലും നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ നടന്നു കഴിയും. നമ്മൾ അനുഭവിക്കേണ്ടത് അനുഭവിച്ചും തന്നെ മാറും. അപ്പോൾ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ടും ഒന്നും ആരെക്കുറിച്ച് നമ്മളൊന്നും വേണ്ട. വിധിയാണ്. അല്പമെങ്കിലും ഒരു മനസ്സിനൊരു കടിഞ്ഞാണിടാൻ, നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഒരു തവണയല്ല 100 തവണ ആലോചിച്ച് ചിന്തിച്ച് നമ്മൾ ചെയ്ത് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് നമ്മൾ അത്രത്തോളം വിഷമിക്കുകയും നമ്മൾ അത്രത്തോളം സന്തോഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മളൊരു ജീവിതം അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ വലിയ കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് റിസ്ക് എടുക്കണമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എനിക്കിപ്പോൾ ഇതിൽ കൂടി പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിത രീതികളും നമ്മുടെ ചിന്തകളും നമ്മുടെ മനസ്സിൻ്റെ മാനസികാവസ്ഥയും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഒരു ജോലിയായാൽ പോലും നമ്മുടെ മനസ്സ് അത്രയും കോൺസെൻട്രേഷൻ ചെയ്ത് തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അപ്പോൾ ഒരു കുടുംബം എന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നതാണ്. കാരണം നമ്മൾ അത്രയും ഒരു കുടുംബത്തെ ഒരു പളുങ്കുപാത്രം പോലെയാണ് നമ്മുടെ കയ്യിൽ സൂക്ഷിച്ച് നമ്മൾ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്നത്. കാരണം ഒന്ന് കൈവിട്ട് പോയാൽ, ഒന്ന് താഴെ വീണ് ഒന്ന് പൊട്ടിപ്പോയാൽ അത് പാളിപ്പോകും. ആ പാളിച്ച ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതം വളരെ ചെറുതാണ്. ആ ചെറിയൊരു ജീവിതത്തിൽ കിട്ടുന്ന കുഞ്ഞു 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 സന്തോഷങ്ങളും ചെറിയ ചെറിയ ദുഃഖങ്ങളും നമ്മളത് തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഓരോ ആൾക്കും ഓരോ വ്യക്തികൾക്കും ഓരോ അഭിപ്രായങ്ങളും ഓരോ ചിന്തകളും ഉണ്ട് എന്നതാണ് ഇതിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ ചെറിയൊരു കുഞ്ഞു വീഡിയോ ഒരു ചെറിയൊരു മോട്ടിവേഷൻ ആവുമെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു വിശേഷവുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു വിശേഷം ഇവിടെ അവസാനിക്കും.